എൻ്റെ പൊന്നോ, ഈ നമ്മുടെ പാർവതി തിരുവോത്ത് മേഡം, അതായത് മലയാള സിനിമയ്ക്കകത്ത് നിലപാടിൻ്റെ അല്ലെങ്കിൽ പുരോഗമനപരമായ നിലപാടിൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ വലിയ വക്താവായി നിൽക്കുന്ന പാർവതി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പം നിലവിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് പാർവതിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചേ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. എന്ത് തന്നെയായാലും പാർവതിയുടെ ചില ഇരട്ടത്താപ്പ് നയങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ സിനിമാ രംഗത്ത് ചില കാര്യങ്ങൾ, ഇപ്പോൾ വന്ന ചില വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് പാർവതി ഒന്നും സംസാരിക്കുന്നില്ല. ആ വിഷയങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ പാർവതിയുടെ ഇത്തരം ചില നിലപാടുകൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പാർവതി തിരുവോത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഫെമിനിസം ഇപ്പം നോട്ട്ബുക്കിലൊക്കെ വന്ന പാർവതിയിൽ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ പഴയ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഇപ്പോഴത്തെ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ദൈവമേ ഈ ഞാനാണോ ഈ ഞാൻ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോ. ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് കാലത്തിനനുസരിച്ച് നമ്മൾ മാറും. പാർവതിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ മാറ്റം വന്നത് ഇവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. സിനിമയിലെ ചിലരെ തകർക്കുക എന്നുള്ളത് ആ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു മാറ്റമായിരുന്നു ഇവർക്ക് സംഭവിച്ചത് എന്ന് ഞാൻ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ സ്വയം ഇവരുടെ നിലപാടും വ്യക്തിത്വവും ഇവരുടെ ശരീരഭാഷ ഇതൊന്നും മാറ്റിയതല്ല. എന്തോ ഭയങ്കര സംഭവമാണ്. ഈ 47 വർഷം കൊണ്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന മോഹൻലാലിനോ 30 വർഷത്തിൽ കൂടുതൽ മലയാള സിനിമയിൽ നിൽക്കുന്ന മമ്മൂട്ടിക്കോ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ 2M എന്ന് പറയുന്നത്. ഇവർക്കപ്പുറം ഒരു നായകനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവർ ചെയ്ത കഥാപാത്രങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റു കഥാപാത്രങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവരൊക്കെയാണ് ഈ പാർവതി തിരുവോത്തിനെ പോലെ WCC രൂപീകരിച്ച അല്ലെങ്കിൽ അത്തരം സംഘടനയിലുള്ള ചില സ്ത്രീകളുടെ, ഞാൻ പറയുന്ന നട്ടലിൽ ഉറപ്പില്ലാത്ത സ്ത്രീകളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അമ്മ സംഘടനയിൽ നിന്ന് മാറി നടിയെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് WCC എന്ന സംഘടന വരുന്നു. പിന്നീട് ആ സംഘടന ഏതെങ്കിലും സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടു. അലൻസീറുമായി ബന്ധപ്പെട്ട് നിരവധി ഒരു അലിഗേഷൻസ് 2-3 അലിഗേഷൻസ് അലൻസീറുമായി ബന്ധപ്പെട്ടു. ഇവരെന്ത് നിലപാട് സ്വീകരിച്ചു? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരാതി പരിഹാര സെല്ലുണ്ട്, ഞങ്ങളെ സമീപിക്കൂ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ പരാതികൾ കേൾക്കാനും അത് തീർപ്പാക്കാനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവർ ധൈര്യം കാണിക്കുന്നില്ല? ഇവർക്ക് ആക്രമിക്കാനുള്ളത് ദിലീപിനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെ പോലുള്ള നടന്മാരെ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ സിനിമയെ നന്നാക്കണമെന്നോ സിനിമാ മേഖലയെ നന്നാക്കണമെന്നോ സിനിമയ്ക്കകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നോ തൊഴിലിടം സുതാര്യമാക്കണമെന്നോ അവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യം ഇതൊന്നും ഇവരുടെ വിഷയമേ അല്ല. ഇവരുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ ഇവരുടെ വായിൽ പഴം കുത്തിവെച്ചിരിക്കുകയാണ്. പിന്നീട് ഇവർക്ക് മിണ്ടാട്ടം ഇല്ല എന്നുള്ളതാണ്. രാജിവെച്ച് അമ്മയിൽ നിന്ന് ആളുകൾ പോയത് ഭീരുത്വമാണെന്നൊക്കെ പറയാൻ നാക്കെടുക്കുന്നവർ, ഇവരുടെ സംഘടനയിൽപ്പെട്ടവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ വാ തുറക്കുന്നില്ല എന്നുള്ളതാണ്. പാർവതി തിരുവോത്ത് ഭയങ്കര ബോൾഡായിട്ടുള്ള നിലപാടുകൾ ശക്തമായി തുറന്നു പറയുന്ന വലിയ അഭിനയ കഴിവുള്ള നായിക എന്നൊക്കെയാണ് പറയുന്നത്. അത്തരം കഴിവുകൾ അവർക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ രീതിയിലും കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടിയാണ് ഉർവശി. ഉർവശിയെ സംബന്ധിച്ചിടത്തോളം ഏത് കോമഡി സീന് കൊടുത്താലും സെന്റിമെന്റൽ സീന് കൊടുത്താലും കുടുംബ പ്രേക്ഷകർ അംഗീകരിക്കുന്ന കഥാപാത്രം കൊടുത്താലും ഇനി നായികയല്ല പ്രതിനായികയായിട്ട് അവർ വന്നാലും ഒക്കെ ഉർവശി ചെയ്തു വെച്ച കുറെ കഥാപാത്രങ്ങളോട് അതൊന്നും ഒരിക്കലും പാർവതി തിരുവോത്തിനെ പോലുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അവരെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ചില സിനിമകളിൽ മാത്രം യോജിക്കുന്ന ഒരാളാണ് പാർവതി തിരുവോത്ത്. എല്ലാ സിനിമകളിലും പാർവതിയെ കൊണ്ടിട്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ല. ചിലർ പറയുന്നു പാർവതി ഭയങ്കര കഴിവുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇതിലും കഴിവുള്ളവർ നമുക്കിടയിലുണ്ട്. അവരെ പല സംവിധായകരും കാണാതെ പോകുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ശോഭന ചെയ്തു വെച്ച നാഗവല്ലി പോലുള്ള അല്ലെങ്കിൽ മണിച്ചിത്രത്താഴിലെ ഗംഗ പോലുള്ള ഒരു കഥാപാത്രം, അതൊന്നും പാർവതിയൊക്കെ തലകുത്തി നിന്നാൽ ഒരു 10 ജന്മം ജനിച്ചു വരണം അത്തരം കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ. ഒരുപക്ഷെ പാർവതിയെ സ്നേഹിക്കുന്നവരൊക്കെ പറയും, ഓ ഇതൊക്കെ എന്ത് പാർവതിക്ക് ഇതൊക്കെ ചീളാണെന്നൊക്കെ. ഒരിക്കലുമില്ല. അത്തരം കഥാപാത്രങ്ങൾ പഴയ നടി കാർത്തിക ചെയ്തു വെച്ചിട്ട് പോയ താളവട്ട സിനിമയിലൊക്കെ കാർത്തിക ചെയ്തു വെച്ചിട്ട് പോയ കഥാപാത്രങ്ങൾ, അങ്ങനെ എത്ര ഷീലാമ്മ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ ഇവർക്ക് കഴിയുമോ? ഇല്ല. പഴയ പാർവതിയുടെ കണ്ണുകൾ തന്നെ അഭിനയിക്കുമെന്നാണ് പറയുന്നത്. അത്രത്തോളം അവരുടെ തൂവാനത്തുമ്പികൾ സിനിമയൊക്കെ എത്ര കണ്ടാലും നമുക്ക്. സുമലത അന്യഭാഷാ നടിയാണ്.
അപ്പോൾ ഇവരൊക്കെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊന്നും ഈ പാർവതിയെ ഒന്നും ആ റോളിലൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പാർവതി ചില സംവിധായകരുടെ മോളിനനുസരിച്ച് മാത്രം അഭിനയിക്കുന്ന ഒരു നടിയാണ്. ഈ 7 വർഷം അവർക്ക് സിനിമ ഇല്ലാതിരുന്നെങ്കിൽ അത് അവരുടെ കഴിവുകേടാണ്. അല്ലാണ്ട് ഈ പിന്നെ സംഘടനയിൽ ഇവര് WCC അല്ലെങ്കിൽ ആക്രമിച്ച നടിക്കൊപ്പം നിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംവിധായകർ ഇവരെ വിളിച്ചില്ല? ഇവരുടെ സിനിമകൾ ചെയ്യുന്ന ഇപ്പൊ ആഷിഖ് അബു സംവിധായകനാണ്. ആഷിഖ് അബു ഒരു വർഷത്തിൽ 2 സിനിമ എടുത്തിരുന്നെങ്കിൽ ഇവർക്ക് അഭിനയിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇവരെ വെച്ച് ആഷിഖ് അബു സിനിമ എടുത്തില്ല? അതൊക്കെ ഒരു ചോദ്യമല്ലേ? ഇപ്പൊ വിധു വിൻസെന്റ് എന്ന് പറയുന്ന WCCയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു യുവ സംവിധായക, അവരുടെ സിനിമയിലേക്ക് പാർവതി തിരുവോത്തിനെ വിളിച്ചിട്ട് അവർ ഫോൺ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിധു വിൻസെന്റ് WCC എന്ന സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ആ സംഘടനയിൽ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വിധു വിൻസെന്റ്. ആരാണ് വിധു വിൻസെന്റ് എന്ന് പറയുന്ന ഒരു യുവ സംവിധായിക? വളരെ കൃത്യമായി സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു പുരോഗമന നിലപാടെടുക്കുന്ന ഒരു സ്ത്രീയാണ് വിധു വിൻസെന്റ്. ആ വിധു വിൻസെന്റ് WCCക്കൊപ്പം അന്നും ഇന്നും എന്നും ഉറച്ചു നിന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ WCCയിൽ നിന്ന് വിധു വിൻസെന്റ് ഇറങ്ങി വരേണ്ട കാരണം എന്ന് പറയുന്നത് ധന്യ പറഞ്ഞതുപോലെ ഈ പാർവതി എന്ന് പറയുന്ന, അതായത് മലയാള സിനിമ രംഗത്ത് നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട്, കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് പുതിയ യുവ സംവിധായികമാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് പുതിയ 4 സിനിമകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സിനിമ എടുത്ത ഒരാളാണ് വിധു വിൻസെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു സിനിമയിലേക്ക് ഈ പാർവതിയുമായി ബന്ധപ്പെട്ട് പാർവതിയെ വിളിച്ച സമയത്താണ് അവർ വിധുവിന്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്ത രീതിയിലേക്ക് അവർ മാറിയത്. യുവ സംവിധായക സിനിമയുടെ മുന്നിലേക്ക് വരേണ്ടത് നമ്മുടെ WCCയുടെ കൂടെ. കാരണം അത്തരം യുവ സംവിധായകർ വരുമ്പോൾ തീർച്ചയായിട്ടും യുവ സംവിധായകർ കൂടുതൽ വരുമ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്കൊന്നും സ്ത്രീകൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആളുകൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് WCCയിലുള്ളവർ ഇവർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല, ഇവരുടെ സിനിമയിൽ അഭിനയിക്കുന്നില്ല? വെറുതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് മോഹൻലാലിനെ മിണ്ടിക്കൂടെ, മമ്മൂട്ടിക്ക് മിണ്ടിക്കൂടെ? മമ്മൂട്ടി പറഞ്ഞത് ശരിയല്ല, മോഹൻലാൽ പറഞ്ഞത് ശരിയല്ല, ദിലീപ് ചെയ്തത് ശരിയല്ലെങ്കിൽ ഇവിടെ ഒരു കോടതിയുണ്ട്, അവർക്കെതിരെ ആരോപണങ്ങളുണ്ട്, പരാതികളുണ്ട്, തെളിവുണ്ടെങ്കിൽ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കും. എവിടെയെങ്കിലും ഇരുന്ന് ഇവരെന്തെങ്കിലും തള്ളുന്നത് പോലെ അല്ല കാര്യങ്ങൾ. പാർവതി തിരുവോത്തിനെ സംബന്ധിച്ചിടത്തോളം പാർവതി തിരുവോത്താണ് WCCയുടെ ഒരു മുഖം എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെടുത്തി പാർവതിയാണ് ഇപ്പൊ ഇത് വന്നതിന് ശേഷം എല്ലാ ചാനലുകളിലും WCCയുടെ ഒരു മുഖമായി വന്നിരുന്ന് സംസാരിച്ച ആള് കൂടിയാണ് പാർവതി. ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല, അതിൽ അംഗങ്ങളായ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പാർവതിയാണ് എല്ലാ ചാനലുകളിലും വന്നിരുന്ന്. അവർ ഇന്റർവ്യൂ ആയിട്ട് കൊടുത്തതാണോ എനിക്കറിയില്ല, വന്നിരുന്ന് സംസാരിച്ച നിലപാടുകൾ WCCയുടെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത് അവരാണ്. ആ പാർവതി തിരുവോത്തിന് നിലപാടുകൾ നട്ടലുറപ്പോടെ ചങ്കുറപ്പോടെ പറയാൻ ധൈര്യമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിച്ചവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഒരു കാര്യം നോക്കൂ, അതിന്റെ ഇടയിൽ കയറി പറഞ്ഞതല്ല, നമുക്ക് പ്രധാനപ്പെട്ട ഈ പാർവതിയുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചു പോകാം. അതായത് ആദ്യമായി നമ്മുടെ ഈ സംവിധായകനെ കമലുമായി ബന്ധപ്പെട്ട ഒരു പീഡന പരാതി ഉയർന്നു വന്നു. ആ പീഡന പരാതി ഉയർന്നു വന്ന സമയത്ത് എന്നെ ക്രൂരമായിട്ടാണ് അയാൾ ബലാത്സംഗം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ഒരു ഇടത് പ്രൊഫൈലുകളും അത് ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, പാർവതി തിരുവോത്തിനെ പോലുള്ള ഒരു വ്യക്തിയോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ അവർ ആ കാര്യമായി അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തെ പെൺകുട്ടികൾ മരിക്കണമെങ്കിൽ അവർക്ക് അവർക്ക് പിന്നെ അനുകമ്പയും അവർക്ക് സ്നേഹവും ലാളിത്യവും സഹാനുഭൂതിയൊക്കെ അവർക്ക് ഉണ്ടാവണമെങ്കിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുള്ള കുഞ്ഞു മക്കൾ പീഡിപ്പിക്കപ്പെടണം. ബാക്കിയുള്ളവരാരും അവരുടെ സഹോദരങ്ങളല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കുഞ്ഞു മക്കളാണ് അവരുടെ സഹോദരങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ കമലിനെതിരെ ഇവരൊന്നും സംസാരിച്ചില്ല. അതിനുശേഷം മലയാള സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ ഫ്ളാറ്റിൽ വെച്ചിട്ട് ഒരു മയക്കുമരുന്ന് പിടികൂടി. ഒരു പറ്റം മയക്കുമരുന്നും അത് കൈകാര്യം ചെയ്ത ആളെയും അത് വാടകയ്ക്ക് കൊടുത്തതായിരുന്നു. അത് പിടികൂടി. ആ കേസ് എന്തായി എന്ന് പോലും നമ്മൾ അറിയില്ല. അത് പുറത്തു വന്നപ്പോൾ അതിനെതിരെ ഈ പാർവതി തിരുവോത്ത് ഇതുവരെ ശബ്ദിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. സിനിമയിലെ മയക്കുമരുന്ന് ലോബികൾക്കെതിരായിക്കൊണ്ട് പാർവതി തിരുവോത്തിന്റെ ശബ്ദം ഉയർന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇത് മാത്രമല്ല, നോക്കൂ തന്നെ ഈ അലൻസീറുമായി ബന്ധപ്പെട്ട ഒരു പീഡനം ഉണ്ടായിരുന്നു. ഒരു യുവ നടി വളരെ സീരിയസ് ആയിട്ട് ഒരു പരാതി അലൻസീറിനെതിരെ കൊടുത്തു. അയാൾ അതിന് മാപ്പ് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ പരാതിയുമായി ആ നടി പോവുകയാണ്. അതിൽ കാര്യമായ ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. ആ ഒരു സംഭവത്തെ, അതായത് ഈ പാർവതിയോടൊപ്പം ഒക്കെ നിന്നിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഒരു നടി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ എന്നൊക്കെ സംശയമുണ്ട്, എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ആ നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഒന്നും ശബ്ദിക്കാതിരിക്കുക മാത്രമല്ല, ഏറ്റവും പുതിയ സിനിമയിൽ അവാർഡ് കിട്ടിയിട്ടുള്ള പുതിയ സിനിമയിൽ ഈ അലൻസിയറോടൊപ്പം
കഥാപാത്രമാണ് പാർവതി അഭിനയിച്ചിരിക്കുന്നത്. അവിടെ പാർവതിക്ക് എന്താണ്, അവിടെ ഇവർക്ക് നിലപാടില്ലേ? പാർവതിയുടെ വായില് കുന്തിരിക്കുക. എന്റെ സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ലൈംഗിക ചേഷ്ടയോടെ അവളെ നോക്കി അവളെ തൊടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇയാളെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് പാർവതി തിരുവോത്ത് തയ്യാറാകുന്നില്ല? അതാണ് സിദ്ദിഖിനെ മാറ്റി നിർത്തണം, മുകേഷിനെ മാറ്റി നിർത്തണം, മറ്റേ പല ആളുകളെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന ഇവർ തന്നെ ഇവരോടൊപ്പം ഒരു പീഡന പരാതി ഒരു യുവ നടി ഉന്നയിച്ച പീഡന പരാതിയിൽ പ്രതിയായിട്ടുള്ള ഒരാളുടെ സുഖകരമായി അഭിനയിക്കുന്നു. എന്തിനേറെ പറയുന്നു, ബ്രോഡാഡി സിനിമാ സെറ്റിൽ വെച്ച ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ പൃഥ്വിരാജിന്റെ സിനിമയാണ് ബ്രോഡാഡി, അവിടെ വെച്ച് അസോസിയേറ്റ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു. ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ കേട്ടു, അവള് സാമ്പത്തികമായി ഉയർന്ന ഒരു ചുറ്റുപാടിലുള്ള പെൺകുട്ടിയല്ല, അവൾ ആ ഫ്ലെക്സിബിളായിട്ട് സാമ്പത്തിക ഫ്ലെക്സിബിളായ ഒരു പെൺകുട്ടിയല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കുറെ കടമ്പകളുണ്ട്. പക്ഷേ ഇതിൽ അവൾക്ക് നീതി കിട്ടും വരെ അവൾ പോരാടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല? കമലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു, ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ, ആ പരാതിക്കാരിയെ ചേർത്ത് പിടിക്കാൻ എന്തുകൊണ്ട് പാർവതി തിരുവോത്തിനെ പോലുള്ള ഈ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്ന, സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്ന സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയുന്ന ഇവരാരും നിലപാടുകൾ സ്വീകരിക്കുന്നില്ല? സ്ത്രീപക്ഷ നിലപാടാണ് ഇവർക്കുള്ളത്. എമ്പുരാന്റെ സിനിമാ സെറ്റിനകത്ത് അന്ന് ഈ ബ്രോഡാഡി 1.5 വർഷം കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത്. അല്ല, പ്രത്യേകിച്ച് ബ്രോഡാഡിയുടെ സെറ്റിനകത്ത് നിന്ന് ഞങ്ങൾ അറിഞ്ഞു, പിന്നെ പറഞ്ഞു അപ്പൊ പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. അപ്പൊ പുറത്താക്കിയ അതേ മനുഷ്യനെ ഇപ്പൊ എമ്പുരാനിൽ വീണ്ടും അസോസിയേറ്റ് ആയിട്ട് വെച്ചു. അത് എങ്ങനെയാണത്? അത് ഈ പീഡനെല്ലാം കഴിഞ്ഞോ? ആ പാവപ്പെട്ട ഇതറിഞ്ഞ പാർവതി തിരുവോത്ത് ഇന്നേ വരെ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ആ പെൺകുട്ടിക്ക് വേണ്ടി പൃഥ്വിരാജിനെതിരായിക്കൊണ്ട് ഒരു അക്ഷരം സംസാരിച്ചോ? സംസാരിക്കില്ല. ഇവർ സംസാരിക്കണമെങ്കിൽ മോഹൻലാലിനെതിരെ, മമ്മൂട്ടിക്കെതിരെ, ദിലീപിനെതിരെ, സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഇവരുടെ വായ തുറക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ മറ്റേ എന്താണ് പശവെച്ച് അടച്ചിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പാർവതി തിരുവത്തൊന്നും വാ തുറക്കില്ല. ഇവർക്ക് ആവശ്യം മമ്മൂട്ടി മോഹൻലാൽ ഒന്ന് സിനിമ വിട്ട് പാർവതിയെ കണ്ടിട്ടല്ല മമ്മൂട്ടി മോഹൻലാലും ദിലീപും ഒന്ന് സിനിമയിലേക്ക് അവരുടെ കഴിവ് കൊണ്ടാണ്. ആ കഴിവിന് എത്രത്തോളം ജനങ്ങൾ അംഗീകാരം നൽകുന്നു, ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നു, അതുവരെ അവർ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. അവർക്ക് എന്ന് സിനിമ അവസാനിപ്പിക്കണം തോന്നുന്നു അന്ന് വരെ അവർ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. പാർവതി തിരുവോത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതിനൊരു പ്രായമുണ്ട്. ആ പ്രായത്തിനപ്പുറം പാർവതി ഏറ്റെടുക്കാൻ ഏതെങ്കിലും സംവിധായകന്മാർ തയ്യാറാകുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. നമുക്കത് അവസാനിപ്പിക്കും മുമ്പേ പറയാനുള്ളത്, പാർവതി തിരുവോത്തിനെ പോലുള്ള വലിയ പുരോഗമന ചിന്താഗതിയും പുരോഗമനവാദങ്ങളും പറയുന്നവർ എന്തുകൊണ്ട് ഇവിടത്തെ സ്ത്രീകളുടെ കാര്യത്തിൽ നട്ടലുറപ്പോടെ ചങ്കുറപ്പോടെ വാ തുറന്ന് കൃത്യമായ നിലപാടുകൾ പറയാൻ മടിക്കുന്നു? കൃത്യമാണ് കാര്യം. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മറ്റു പല ആളുകളുടെയും നേരെ മാത്രം ചൂണ്ടുന്ന വിരൽ തങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ചുറ്റും നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീതി വാങ്ങിക്കൊടുക്കേണ്ടവർ വായിൽ പഴം തിരികിയിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും അവർ തിരുത്താനും പോകുന്നില്ല.